നമ്മള് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു ശശി തരൂരിനെ കുറിച്ചിട്ട്. ആള് ഇടതുപക്ഷത്തിലേക്കോ BJP-യിലേക്കോ പോകുമെന്നുള്ള ഒരു സംശയം കൊണ്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പൊ വീണ്ടും ആള് പ്രധാനമന്ത്രിനെ പുകഴ്ത്തി പറയുന്നുണ്ട്. അപ്പോൾ ആളുടെ അജണ്ട വീണ്ടും പോകണമെന്നാണോ? ഇതുവരെ പോയിട്ടില്ല. ഇനി പോകണം എന്നുള്ള ചിന്താഗതിയാണോ എന്നുള്ളൊരു സംശയമാണ് നമുക്ക് നിൽക്കുന്നത്. ഉദ്ദേശിക്കുന്നത് ശശി തരൂരിന്റെ ലക്ഷ്യം എന്ത് അല്ലേ? എന്തുകൊണ്ടാണ് ആള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? അത് കോൺഗ്രസ് വിട്ട് പോകാനാണോ, അത് BJP-യിലേക്ക് പോകാനാണോ, അതോ വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുള്ളതാണ് സംശയം. ഓക്കെ, ശരി. മന്ത്രിയെ പൂഴ്ത്തിക്കൊണ്ടുള്ള ശശി തരൂരിന്റെ പ്രസ്താവന ഉണ്ടല്ലോ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഗുണം ചെയ്യുക? സത്യത്തില് ശശി തരൂരിന്റെ പ്രസ്താവനകൾ കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അത് ശരിക്കും വന്നു കഴിഞ്ഞാൽ BJP-ക്ക് ഒരു ചെറിയൊരു മാനസിക ഒരു ആധിപത്യം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ശരിക്കും ശശി തരൂർ ഇപ്പം നമ്മൾ നേരത്തെ നമ്മളുടെ മറ്റേ ചേട്ടൻ ചോദിച്ചിരുന്നു, ശശി തരൂർ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്ക് ശശി തരൂരിൻ്റെ ഈ ബോഡി ലാംഗ്വേജ്, സംസാര ശൈലി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ശരിക്കും ഒരു ഹിന്ദുത്വവാദിയല്ല. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലം എടുത്ത നിലപാടുകൾ മാറ്റി വെച്ചുകൊണ്ട് ആൾക്ക് BJP-കാരനാവാനായിട്ട് പറ്റില്ല. പിന്നെ ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവരൊക്കെ അദ്ദേഹത്തെ കൂട്ടുന്നുണ്ട്. പക്ഷെ ആളുടെ സ്വഭാവം വെച്ചിട്ട് ആൾക്കൊരു അന്ധമായൊരു ഇടതുപക്ഷക്കാരനായിട്ട് മാറാനും പറ്റില്ല. ആളൊരു സ്വതന്ത്ര ചിന്തകനും സ്വതന്ത്ര വ്യക്തിത്വമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട്, പിന്നെ ഏതെങ്കിലും ഒരു മതത്തിന് അടിമയായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് ആൾക്ക് എന്താ പറയുക, ഈ മത തീവ്രവാദികളെ പിന്തുണച്ച് നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണെങ്കിലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി പ്രസിഡൻ്റൊക്കെ ആണെങ്കിലും അതിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എടുക്കുന്ന പല നിലപാടുകളും അദ്ദേഹത്തിന് യോജിപ്പില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ പ്രധാനമന്ത്രിയെ ബ്ലൈൻഡായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു നിലപാട് കൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്നൊരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരിക്കും. കാരണം ഏത് കാര്യത്തിനും പ്രധാനമന്ത്രി ആക്രമിക്കുക വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് കോൺഗ്രസിന് ഭാവിയിൽ ഗുണം ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരു ക്രിയാത്മകമായൊരു പ്രതിപക്ഷമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യത്തിലും ഈ പ്രധാനമന്ത്രി എതിർക്കുക എന്നുള്ള രീതിയാണെന്ന് ജനങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു തോന്നലായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിനുണ്ടാവാം. ഉദാഹരണമായിട്ട് ഹമാസിൻ്റെ വിഷയത്തിൽ ഹമാസ് പോരാളികളെ പിന്തുണയ്ക്കുന്നൊരു സമീപനം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എടുക്കുന്നുണ്ട്. ഇതേപോലെ പാലസ്തീൻ വിഷയത്തിൽ, അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ബേസിൽ. അപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ അറിയാലോ, മുനമ്പം വിഷയത്തിൽ, വഖഫിൻ്റെ വിഷയത്തിൽ, അപ്പോൾ പല വിഷയത്തിലും ശശി തരൂരിൻ്റെ നിലപാടുകൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിലപാടുകളായിട്ട് യോജിച്ച് പോകുന്ന അവസ്ഥയിലാണ്. അത് പരസ്യമായിട്ട് അദ്ദേഹം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അദ്ദേഹം. അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹം നോക്കും, കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാട് വെച്ച് സമീപ ഭാവിയിലൊന്നും കേന്ദ്രത്തിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യതയില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ ഒരു പക്ഷേ അദ്ദേഹവുമായിട്ട് ഒരു ഓപ്പൺ ചർച്ച ഡിസ്കസ് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ വ്യക്തമായിട്ട് ധരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അതിൻ്റെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം സംസാരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിൻ്റെ പ്രകൃതി വെച്ചിട്ട് BJP-യിൽ പോകാനോ ഇടതുപക്ഷത്തിൽ പോകാനോ സാധിക്കാനുള്ള ചാൻസ് ഇല്ല. പിന്നെ അദ്ദേഹത്തിന് സ്ഥാനമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞതൊരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെങ്കിലും ആവണം. അതല്ലാന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലൊരു ക്യാബിനറ്റ് മന്ത്രിയാവണം. അതല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് ഒരു സ്ഥാനാപതി ആവണം, അമേരിക്കൻ ഇന്ത്യൻ അംബാസഡർ പോലെ എന്ന് പറഞ്ഞ ലെവലിലൊക്കെ ഒരു പോസ്റ്റൊക്കെ അദ്ദേഹത്തിന് പറ്റുള്ളൂ. അല്ലാണ്ട് എന്തെങ്കിലും ഒരു ചീള് കേസുകൾക്ക് വേണ്ടി അദ്ദേഹം ഒരു പാർട്ടി വിട്ടു മാറുക എന്നുള്ള നിലപാട് എടുക്കുകയാണ്. എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഇന്ത്യയിലെ ഭാവിയെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിലുള്ള ഒരു ആശങ്ക, ഈ ആശങ്ക
ഡയറക്റ്റായിട്ട് ആരും പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും സ്വന്തമായിട്ട് ഇത് നിലപാടും വ്യക്തിത്വമുള്ള വ്യക്തി ആയതുകൊണ്ട് ഇനി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാലും അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൂ. വേറെ ഏതെങ്കിലും പാർട്ടിയിലെ ആൾ പോയില്ലെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശേഷി ഉണ്ടെന്നുള്ളതുകൊണ്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും പിന്നെ എഴുത്തുകാരൻ എന്നുള്ള നിലയിലും ഒരു പ്രസംഗകൻ എന്ന നിലയിലും അദ്ദേഹത്തിന് ഒരു സ്വന്തമായിട്ടൊരു നിലനിൽക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്നുള്ള നിലയിലും, കാരണം അദ്ദേഹത്തിന് ആരെയും പേടിച്ച് ഓച്ചാനിച്ച് റാം പറഞ്ഞ് നിൽക്കുന്നൊരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. മറ്റ് പല നേതാക്കന്മാരും കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഹൈക്കമാൻഡിൻ്റെ നയങ്ങളോട് സമീപനങ്ങളോട് എതിർപ്പുള്ളവരുണ്ടായിരിക്കും. മാത്രമല്ല മോദിയെ നേരിടുന്നതിൽ ഇന്നത്തെ ഈ സാഹചര്യം വെച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരിക്കലും സാധിക്കില്ല എന്നുള്ള ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ അവർക്കാർക്കും ധൈര്യമായിട്ട് പുറത്തു പറയാനുള്ള അഭിപ്രായമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ പലരും പുറത്തു പറയുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും മാനസികമായിട്ട് ശശി തരൂരിൻ്റെ നിലപാടുകൾ വോട്ട് ബേസിൽ കാര്യമായിട്ട് മാറ്റം വന്നെങ്കിലും ഒരു BJP സംബന്ധിച്ചോളം ഇത് ഒരു ചെറിയ ഒരു അഡ്വാൻറ്റേജാണ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം BJPയിലേക്ക് പോകുന്നു, ഇടതുപക്ഷത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ കോൺഗ്രസ് വിട്ട് പോകുന്നു നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യം. ഓക്കെ.